ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങച്ചാറാണ്. ഈ നാരങ്ങച്ചാറിനൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം നമ്മൾ നാരങ്ങ എടുത്ത് നാലായിട്ട് മുറിച്ച് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. കുറച്ച് ഉപ്പ് നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ട്. നാരങ്ങ പുഴുങ്ങാൻ നേരത്ത് ഉപ്പിട്ടിട്ടില്ല, മാറ്റി പുഴുങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിക്കകത്താണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് ചീനിച്ചട്ടി ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇരുമ്പിന് കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളതെടുത്തത്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ തോന്നുന്നു. എന്നാൽ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ കടുക് ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കായം ഇട്ടിട്ടുണ്ട്. അത് എന്നിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ആ കായം ഒന്ന് എടുത്തു മാറ്റും. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില ഇടാൻ പോവാണ്. ഈ പച്ചമുളക് ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് കാന്താരി ഇടുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ കാന്താരി ഇടും. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ വെള്ളക്കാന്താരിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കാന്താരിയാണ് കുറച്ചുകൂടെ നല്ലതെന്ന്. ട്രൈ ചെയ്യുക എന്തായാലും. ഇപ്പം നമ്മളൊരു സാധനം ഇടും, ഉലുവയാണ്. സോറി, നമ്മൾ മിസ്സായി പോയതാണ്, കടുകിൻ്റെ കൂടെ ഇടേണ്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കുക, കടുകിൻ്റെ കൂടെ തന്നെ ഉലുവ ഇടുക. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് മാറ്റി വെച്ച കായം ഇതുപോലെ കല്ലിലൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ കായം ഈ കായപ്പൊടി ഇടുന്നതിനേക്കാൾ നല്ലത് കായ ഇടുന്നതാണ്. അപ്പോൾ കായം കട്ട കെട്ടത്തില്ല. ചിലർ പറയും കായം കട്ട കെട്ടുന്നതുകൊണ്ട് ചില പൊടി യൂസ് ചെയ്യുന്നത്. അപ്പം കട്ട കെട്ടാതിരിക്കാനുള്ള ട്രിക്കാണിത്. അത് പൊടിച്ചൊന്ന് ഇടുക. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് മുളക് പൊടി ഇടുക. മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി, നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഒരുപാട് എരിവ് വേണ്ടാത്തവർ കുറച്ച് മുളക് പൊടിച്ചിടുക. കാരണം ഓൾറെഡി പച്ചമുളകൊക്കെ നമ്മൾ അച്ചാറിനകത്ത് എല്ലാവരും ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി. നമ്മളിവിടെ 2.5 സ്പൂൺ മുളക് പൊടികൾ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി നല്ല രീതിയിൽ മൂത്ത് വരുന്നവരെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, മൂത്ത് പോകാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു സാധനം ഇടാൻ പോവാണ്. ശർക്കരയാണ് ഇടുന്നത്. ചിലർ ഈന്തപ്പഴം ഇടും, ചിലർ ശർക്കര ഇടും. അതൊരു മധുരത്തിന് വേണ്ടിയാണ്. നമ്മളിവിടെ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ശർക്കരയാണ് ഇട്ടത്. കാരണം ഈ പുളിയുടെയും എരിവിൻ്റെയൊക്കെ കൂടെ ഒരു മധുരവും കൂടെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ചെയ്തിട്ടില്ലാത്തവർ. നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ നാരങ്ങയ്ക്കകത്ത് ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് മാത്രമേ ഇടാവുള്ളൂ. ആദ്യമേ ഉപ്പങ്ങ് ഇടരുത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതി ആ നാരങ്ങയിൽ എല്ലായിടത്തും പിടിക്കുന്ന രീതി നമ്മുടെ മിക്സ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നോക്കുക, നാരങ്ങയ്ക്കകത്ത് ഉപ്പ് വേണോ, ഇനി ഉപ്പ് ഇടണോ, പുളി കൂടുതലാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടുക, വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പം ഇതിനകത്ത് നമ്മളൊരു സാധനം ചേർക്കാനാണ് ഈ നാരങ്ങാച്ചാർ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ വിനാഗിരി ചേർക്കാത്തൊരു നാരങ്ങാച്ചാറാണിത്. നമ്മളിപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം വിനാഗിരി ചേർക്കാത്തൊരു നാരങ്ങാച്ചാറാണിത്. ഇതുവരെ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടില്ല, ഒരു ശകലം വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് കേടായി പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട വിനാഗിരി ഒഴിക്കാത്തതുകൊണ്ട്. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നമ്മളിവിടെ എന്നും ട്രൈ ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പോൾ പെട്ടെന്ന് വിനാഗിരി കിട്ടിയില്ലെങ്കിൽ ഒരു നാരങ്ങാച്ചാർ ഇടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാമല്ലോ നമുക്ക്. അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ച് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തണുത്താറിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല നാരങ്ങാച്ചാറാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.